Hello friends, welcome to my YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഡീലിംഗ് വിത്ത് കൺസ്ട്രെയിൻറ്റ് വയലേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിലേഷണൽ ഡാറ്റാബേസ്, സ്കീം ഓഫ് റിലേഷൻസ്, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് വീഡിയോ കാണാത്തവർ പോയി കാണുക. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ അപ്ഡേറ്റ് ഓപ്പറേഷൻസിൽ ബേസിക്കലി 3 ഓപ്പറേഷൻസ് ആണുള്ളത്. ഓക്കെ, ഇൻസേർട്ട്, ഡിലീറ്റ് ആൻഡ് മോഡിഫൈ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഇൻസേർട്ട് ഓപ്പറേഷനാണ്. അപ്പോൾ എന്താണ് ഇൻസേർട്ട് ഓപ്പറേഷൻ? നമ്മൾ ഇന്നലെ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞു? ടേബിൾസ് ആണെന്ന് പറഞ്ഞല്ലേ. ടേബിൾസ് ആണ്. ടേബിൾ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. റോസ് നമ്മൾ ട്യൂപ്പിൾസ് എന്ന് പറയും. കോളംസ് എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. ഒരു യൂണിക് കീ വെച്ചിട്ട് നമ്മൾ ഓരോ ട്യൂപ്പിൾസിനെയും യൂണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഇൻസേർട്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഓരോ റോയിലേക്കും നമ്മൾ വാല്യൂസ് എന്ത് ചെയ്യാമെന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ കമ്പനി റിലേഷണൽ ഡാറ്റാബേസ് സ്കീമ ഡയഗ്രാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിൽ നമ്മൾ എംപ്ലോയി റിലേഷനിൽ വരുന്ന ആട്രിബ്യൂട്ട്സിനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കതിൻ്റെ ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ എംപ്ലോയി എന്നുള്ളൊരു റിലേഷൻ. ഓക്കെ, എംപ്ലോയി എന്നുള്ള റിലേഷൻ ഡാറ്റാബേസ് സ്കീമ ഡയഗ്രാമാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ആട്രിബ്യൂട്ട്സ്, അങ്ങനെ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ട്സിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് എന്താണ്? ഇൻസേർട്ട്. ദെൻ നമ്മൾ പറഞ്ഞു അതിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്തായിരുന്നു? ഫസ്റ്റ് നെയിം ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് നെയിം, പിന്നെന്താ? മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, പിന്നെ ബർത്ത് ഡേറ്റ്. ഓക്കെ, പിന്നെന്താ? അഡ്രസ്. ഓക്കെ, അങ്ങനെ ഓരോ ആട്രിബ്യൂട്ട്സിലേക്കും വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഏത് റിലേഷനിലേക്കാണ്? എംപ്ലോയി എന്നുള്ള റിലേഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് വാല്യൂസ് നമ്മൾ എന്ത് കൊടുത്തു? ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി എന്നുള്ള റിലേഷനിലേക്ക് ഫസ്റ്റ് ട്യൂപ്പിളിലേക്ക് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ? ദിസ് ഇൻസേർഷൻ satisfy all constraints, so it's acceptable. ഓക്കെ, അപ്പോൾ ഓരോ ആട്രിബ്യൂട്ട്സിലേക്കും വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ യാതൊരു പ്രോബ്ലംസും ഇല്ല. ഓക്കെ, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു, വാല്യൂ അക്സെപ്റ്റ് ചെയ്തു ടേബിളിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഇൻസേർഷൻ. ഓക്കെ, ഇനി അടുത്ത ഇൻസേർഷന് സെയിം തന്നെ നമ്മൾ വാല്യൂസ് എന്താ? ഓരോ ആട്രിബ്യൂട്ട്സിലേക്കും വാല്യൂസ് കൊടുത്തു. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എന്താണ് ഇതിൻ്റെ റിസൾട്ട്? വയലേറ്റ്സ് ദി എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ്, നൾ ഫോർ ദി പ്രൈമറി കീ SSN, സോ ഇറ്റ് ഈസ് റിജക്റ്റഡ്. അതായത് ഇതെന്താ? ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ്. ഓക്കെ, ഇവിടെ എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് വയലേറ്റ് ആവുന്നുണ്ട്. എൻറ്റിറ്റി ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് എന്തായിരുന്നു? അതായത് പ്രൈമറി കീയുടെ വാല്യൂ ഒരിക്കലും നള്ളാവാൻ പാടില്ല. അപ്പോൾ എംപ്ലോയി എന്നുള്ള റിലേഷനിൽ പ്രൈമറി കീ എന്താ? സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ് പ്രൈമറി കീ. എന്തായാലും മസ്റ്റായിട്ട് എന്ത് വേണം? വാല്യൂ വേണം അല്ലേ. ഒരിക്കലും നൾ വാല്യൂ ആവാനായിട്ട് പാടില്ല. പക്ഷേ ഇവിടെ എന്താ? ഈ കേസിൽ വാല്യൂ എന്ന് പറയുന്നത് നള്ളാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇത് റിജക്റ്റ് ചെയ്തു. ഇൻസേർഷൻ പോസിബിൾ അല്ല, റിജക്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇൻസേർഷൻ നോക്കാമല്ലോ. നെക്സ്റ്റ് എന്താ? ഇതുപോലെ ഓരോ ആട്രിബ്യൂട്ട്സിലേക്കും വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണെന്ന് നോക്കാം. വയലേറ്റ്സ് the key constraint because another tuple with the same SSN value already exists in the employee relation, so it is rejected. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തപ്പോൾ
ഇത് നമ്മൾ പറഞ്ഞ എന്താ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ കീ കൺസ്ട്രെയിൻ എന്തായിരുന്നു? അതായത് ഓരോ കീക്കും യുണീക്കായുള്ള ഒരു സിംഗിൾ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, ഒരിക്കലും ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് 2 ട്യൂപ്പിൾസിനെ റെഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും സെയിം വാല്യൂ വരരുത്. കീയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും സെയിം വാല്യൂ വരാൻ പാടില്ല. പക്ഷേ ഈ കേസിൽ എന്താ, SSNൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തുള്ള വാല്യൂ ആണ്. ഇപ്പോൾ നോക്കൂ, ഇതാ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു നെയിമിൽ ഓക്കെ ഈ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു. അതെന്നുള്ളത് എന്താണ്, അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, എല്ലാ ആട്രിബ്യൂട്ട്സിനും വാല്യൂസ് ഉണ്ട്, അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ഇൻസേർട്ടിൽ എന്താ, വേറെ നെയിമാണ് അല്ലേ. ബാക്കി എല്ലാ ആട്രിബ്യൂട്ട്സും എന്താണ്, ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കൂ. നെയിം എന്ന് നോക്കാമല്ലോ, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ വാല്യൂ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതായത് നമ്മുടെ ഇവിടുത്തെ എന്താ പ്രൈമറിക്ക്, ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായി, സെയിം ആയി അല്ലേ. ഈ വാല്യൂ തന്നെയാണ് ഈ വാല്യൂ, സെയിം ആയി. അപ്പോൾ സെയിം വാല്യൂ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ആവില്ല, റിജക്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നെക്സ്റ്റ് ഇൻസേർഷൻ. ഓക്കെ, വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു, എംപ്ലോയി റിലേഷനിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താ, വയലേറ്റ്സ് ദി റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ സ്പെസിഫൈഡ് ഓൺ D number in employee because no corresponding reference tuple exists in department with D number equal to 7. അതായത് നമ്മളിവിടെ വാല്യൂസ് നോക്കുക, ഓരോ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് കൊടുത്തു. അപ്പോൾ എംപ്ലോയി എന്നുള്ള റിലേഷനിൽ ലാസ്റ്റ് ആട്രിബ്യൂട്ട് എന്തായിരുന്നു, D നമ്പറാണ് ആട്രിബ്യൂട്ട് ആയിരുന്നത്. അപ്പോൾ ഇന്നലെ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ നമ്മൾ എന്ത് പറഞ്ഞു, അതായത് ഒരു ഡി നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഫോറിൻ കീ എന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള റിലേഷനിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇത് റെഫറൻസ് റിലേഷനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡി നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 7 ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻസേർട്ട് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 7 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡി നമ്പർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് റിലേഷനിലെ പ്രൈമറി കീ ആയ ഡി നമ്പറിലേക്ക് റെഫറൻസ് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഇതിൽ 7 എന്ന് പറഞ്ഞ വാല്യൂവിൽ ട്യൂപ്പിൾസ് ഒന്നുമില്ല. ഓക്കെ, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസിൽ എന്തായി, റിജക്റ്റഡായി. ഓക്കെ, ഇനിയിപ്പോൾ 7 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്ത വാല്യൂ സെയിം വാല്യൂവിൽ ഡി നമ്പറിൽ 7ൽ ഓക്കെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 7ൽ ട്യൂപ്പിൾസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അക്സെപ്റ്റ് ആയിരിക്കും. പക്ഷേ 7 എന്നുള്ള നമ്പറിൽ ഇവിടെ ട്യൂപ്പിൾസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി, റിജക്റ്റഡ് ആയി. കാരണം ഡി നമ്പർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള റിലേഷനിലെ പ്രൈമറി കീ ആയ ഡി നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസേർഷനിൽ നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താ, ഡിലീറ്റ് ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ഓപ്പറേഷൻ അറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും വാല്യൂ ഡിലീറ്റ് ചെയ്ത് കളയാം, ആട്രിബ്യൂട്ട് വാല്യൂ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അല്ലെങ്കിൽ ട്യൂപ്പിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്യൂപ്പിൾസിലെ ആട്രിബ്യൂട്ട് ആയിരിക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, can violate only referential integrity if the tuple being deleted is referenced by the foreign key from other tuples in the database. ഓക്കെ, അതായത് പ്രോബ്ലം വരുന്നത് എന്തായിരിക്കും, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റിയിലായിരിക്കും. കാരണം ഒരു ട്യൂപ്പിളിലെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ആ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഫോറിൻ കീ ആണ്. അത് വേറൊരു ട്യൂപ്പിളിലേക്ക് റെഫറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കണ്ടീഷൻ എന്തായിരിക്കും, റിജക്റ്റഡ് ആയിരിക്കും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു കീ എന്ന് പറയുന്നത്, ഈ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, റെഫറൻസ്ഡ് ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് നോക്കേണ്ടത് ഡിലീറ്റ് ദി വർക്ക് ഓൺ ട്യൂപ്പിൾ വിത്ത് എംപ്ലോയി സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഓക്കെ, നമ്പർ കൊടുത്തു ആൻഡ് ഫോൺ നമ്പർ ഈക്വൽ ടു 10 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക്സ് ഓൺ എന്നുള്ള റിലേഷനാണ്, വർക്ക്സ് ഓൺ എന്നുള്ള റിലേഷനാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് ആട്രിബ്യൂട്ട്സ്, എംപ്ലോയി സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, പിന്നെന്താ ഹവേഴ്സ് ഉണ്ട്. ഇതാണ് അവിടുത്തെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. എന്താ ഡിലീറ്റ് ചെയ്യേണ്ടത്, അതായത് ഡിലീറ്റ് ദി വർക്ക്സ് ഓൺ ട്യൂപ്പിൾ വിത്ത് അവിടുത്തെ
എംപ്ലോയീസ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഈ നമ്പർ, അതുപോലെ തന്നെ ഫോൺ നമ്പർ 10, ഇത് രണ്ടും ഉള്ള ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു ട്യൂപ്പിളിൽ ഈ രണ്ട് വാല്യൂസും ഉള്ള ട്യൂപ്പിൾസ് നമുക്ക് എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ ഓക്കെ, ഇതെന്ന് പറയണത് ഓക്കെ, ഈ ഡിലീഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ്. എക്സാക്ട്ലി ആ ഏത് ട്യൂപ്പിളാണോ കളയേണ്ടത് ആ ട്യൂപ്പിളിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഡിലീറ്റ് ദി എംപ്ലോയി വിത്ത് ട്യൂപ്പിൾ. എന്താണ്? എംപ്ലോയി ട്യൂപ്പിൾ വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കോഡുള്ളത് കൊടുത്തു. അതായത് ഈ നമ്പർ ഉള്ള ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നോട്ട് അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്താ? ട്യൂപ്പിൾ ഇൻ വർക്ക്സ് ഓൺ ദാറ്റ് റെഫർ ടു ദിസ് ട്യൂപ്പിൾ. ഓക്കെ, അതായത് എംപ്ലോയിലുള്ള ഈ നമ്പറിലുള്ള ഈ ട്യൂപ്പിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? വർക്ക്സ് ഓണിലുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഈ SSNനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഫർ ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്? വർക്ക്സ് ഓൺ എന്നുള്ള റിലേഷൻ, എംപ്ലോയി എന്നുള്ള റിലേഷൻ. ഓക്കെ, അപ്പം അതിൽ എന്താണ്? യെസ്, വർക്ക്സ് ഓണിൽ എംപ്ലോയി സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയുന്നത് എന്തിനെ റെഫർ ചെയ്യുന്നുണ്ട്? സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഫർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ഇപ്പോൾ എംപ്ലോയി വർക്ക്സ് ഓൺ എന്നുള്ള രണ്ട് റിലേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക്സ് ഓണിൽ നിന്ന് എംപ്ലോയിയിലെ പ്രൈമറി കീയിലേക്ക് റെഫറൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പ്രൈമറി കീയിലെ വാല്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യും? വർക്ക്സ് ഓണിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ അത് നമ്മളിപ്പോൾ എംപ്ലോയിയും വർക്ക്സ് ഓൺ എന്നുള്ള റിലേഷൻ എടുത്തുകൊണ്ട് അതുപോലെ എന്തായിരിക്കാം? ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഓക്കെ, എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ, ബാക്കിയുള്ള റിലേഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ ഓരോന്നും ഇപ്പോൾ നോക്കുക. ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ? മാനേജർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയുന്നത് എംപ്ലോയിയിലെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റെഫറൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ ഒരിക്കലും ഈ വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. SSN വാല്യൂ നമുക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ വാല്യൂവിനെ, ആ പ്രൈമറി കീനെ ഓരോ റിലേഷനിൽ നിന്നും ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറയണത്. സം കേസ് വെൻ ട്യൂപ്പിൾ ഇൻവോൾവ് ഇൻ റെഫറൻസ് ബൈ ട്യൂപ്പിൾസ് ഫ്രം എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ്, വർക്ക്സ് ഓൺ ആൻഡ് ഡിപ്പെൻഡൻറ്റ് റിലേഷൻ. നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നിലധികം റിലേഷൻസിൽ അതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ SSN എന്നുള്ളതിനെ റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയണത് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും? റിജക്റ്റ് ആയിരിക്കും, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്ഡേറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ആട്രിബ്യൂട്ടിന് ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം. അതാണ് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ടു ചേഞ്ച് ദി വാല്യൂസ് ഓഫ് വൺ ഓർ മോർ ആട്രിബ്യൂട്ട്സ് ഇൻ എ ട്യൂപ്പിൾ. ഓക്കെ, ട്യൂപ്പിളിലുള്ള ഒന്നോ അതിലധികമോ ആട്രിബ്യൂട്ട്സ് വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ചേഞ്ച് വരുത്താം. ഓക്കെ, ഫസ്റ്റ് നോക്കാം അല്ലേ. അപ്ഡേറ്റ് ദി സാലറി ഓഫ് ദി എംപ്ലോയി ട്യൂപ്പിൾ വിത്ത് SSN ഈക്വൽ ടു വാല്യൂ ടു പിന്നെന്താ സാലറി വാല്യൂ. അതായത് എംപ്ലോയി എന്നുള്ള ട്യൂപ്പിളിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ റിലേഷനിലെയും പ്രൈമറി കീ വെച്ചിട്ടാണ് ഓരോ ട്യൂപ്പിൾസിനെയും ഐഡൻറ്റിഫൈ ചെയ്യണത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ID എന്ന് പറയുന്നത് എന്താ? SSN ആണ്. അപ്പോൾ SSN ഈ ഒരു വാല്യൂ ഉള്ള ഈ ഒരു SSN വാല്യൂ ഈ ഒരു വാല്യൂ ഉള്ള ട്യൂപ്പിളിൽ സാലറി എന്ന് പറയുന്നത് 28,000 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ടായിരിക്കും, ആ സാലറി വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് അക്സെപ്റ്റബിൾ ആണ്. നെക്സ്റ്റ് എന്താ? അപ്ഡേറ്റ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് ദി എംപ്ലോയി ട്യൂപ്പിൾ വിത്ത് SSN ഈക്വൽ ടു വാല്യൂ കൊടുത്തു ടു 1. അതായത് ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പ്രൈമറി കീ ആയുള്ള ഇതിലെ വെച്ചിട്ട് അതിലെ D നമ്പറിലേക്ക് വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ?
ഇവിടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഡി നമ്പർ എന്നുള്ളത് 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഡി നമ്പർ എങ്ങോട്ട് റെഫർ ചെയ്യുന്നുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള റിലേഷനിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കണം? 1 എന്നുള്ള വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, 1 എന്നുള്ള വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കേസിലാണ് അക്സെപ്റ്റബിൾ ആവുള്ളൂ. ഓക്കെ, അപ്ഡേറ്റ് അടുത്ത് നോക്കാം. അപ്ഡേറ്റ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് ദി എംപ്ലോയി ട്യൂപ്പിൾ വിത്ത് SSN ഈക്വൽ ടു വാല്യൂ ടു 7. റിസൾട്ട് എന്താ? അൺഅക്സെപ്റ്റബിൾ. എന്താണ്? ബിക്കോസ് ഇറ്റ് വയലേറ്റ്സ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. അതായത് 7 എന്നുള്ള വാല്യൂ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള റിലേഷനിൽ ഡി നമ്പറിൽ എന്തില്ല? 7 എന്നുള്ള വാല്യൂ ഇല്ല അല്ലേ? അപ്പോൾ അതിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ 3 ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എളുപ്പമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എക്സാമിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഇതിന് എന്തായാലും ചോദിക്കും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി വീഡിയോസിൽ എന്തായാലും കുറച്ച് പോർഷൻസ് കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയാലോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറയാം, കമൻറ്റ് ബോക്സിൽ പറയാം, എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ പറയാം. അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്കിനി നോക്കേണ്ടത് SQL ആണ്. SQL നമുക്ക് എന്തായാലും കോഡൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.